ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ പറ്റി സംസാരിച്ചുകൊണ്ട് അവിടെ നാട്ടുകാരെല്ലാവരും നിൽക്കുക. നിനക്കറിയാവുന്ന പെങ്കൊച്ചാണോടാ അത്? അതേന്നൊക്കെ പറയണോ അലീനയെ രക്ഷിച്ച ചെറുപ്പക്കാരനോട്. നിങ്ങളൊക്കെ എന്തൊക്കെ പൊട്ടത്തര ഈ കാണിക്കുന്നത്? നിനക്കൊന്നും മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലേടാ? തലയ്ക്കകത്ത് ആള് താമസം ഇല്ലേടാ എന്നൊക്കെ ചോദിച്ച് ശരണ്യയുടെ അനിയനോടൊക്കെ ദേഷ്യപ്പെടുവാണ് അദ്ദേഹമേ. എടാ, എന്താ കാട്ടായി നിങ്ങൾ കാണിച്ചത്? ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ പെണ്ണിന് തീ വെച്ച് കൊല്ലത്തില്ലായിരുന്നോടാ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ പെങ്ങളെ ദ്രോഹിച്ചതോട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനും മടിയില്ല എന്നൊക്കെ പറഞ്ഞു. കൊന്നുകളഞ്ഞേനെ, ഒരു സംശയം വേണ്ട എന്നൊക്കെ അവർ വന്ന് പറയുന്നു. എന്നിട്ട് നീയൊക്കെ എങ്ങോട്ട് പോകും? എത്ര പോലീസുകാരുടെ തല്ലു കൊള്ളണം, എത്ര ജയിലർമാരുടെ ചവിട്ട് കൊള്ളണം, എത്ര പേരുടെ കയ്യിൽ നിന്ന് ഇടി കൊള്ളണം? എടാ, 12-14 കൊല്ലം ജയിലിലും കിടക്കേണ്ടി വരും. അവിടെ സുഖാണെന്നാണ് നിൻ്റെയൊക്കെ വിചാരം എന്നൊക്കെ ചെറുക്കൻ ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ അതിനും തയ്യാറാണെന്ന് ഇവർ. ജയിലിൽ പോകണമെങ്കിൽ പോകുമെന്ന് വരെ അവർ പറയുകയും ചെയ്തു. നാട്ടുകാരെല്ലാവരും ഇത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തി കിടക്കുന്ന കിടപ്പ് കണ്ടോ, സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുക. എടാ, അതിന് ആ പെണ്ണെന്നാ ചെയ്തടാ? അതവിടുത്തെ വീട്ടു ജോലിക്കാരിയാടാ. അപ്പോൾ അനാഥാലയത്തിൽ നിന്ന് വന്നതാ. ശമ്പളം കിട്ടുന്ന പൈസ മുഴുവനും അത് അനാഥാലയത്തിന് അരി മേടിച്ച് കൊടുക്കുമോ, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അറിയാതെ ആൾ മാറി ചെയ്തു പോയതാ, മറ്റവൻ്റെ പെങ്ങളാണെന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞു. പോട്ടെ, അതെല്ലാം വിട്ട് കളയാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ പാഞ്ഞു വന്നതിൻ്റെ അടിയും ചവിട്ടും അതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനൊരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ചെയ്തു പോയതാ. ഒരു മനുഷ്യനെ തീപ്പെട്ടി വരച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നിൽക്കുന്നവർ അകറ്റി മാറ്റേണ്ട, അതിന് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവിടണമെന്നും പറഞ്ഞാൽ ചേട്ടൻ അവിടെ നിന്ന് പോയി. ഇവരെല്ലാവരും നോക്കി നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ പോലീസ് ഇങ്ങനെ പെട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഫോണിൽ വിളിച്ചു. ഹലോ, ഇന്ന സാറല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അത് പിന്നെ സാറേ ഞാൻ കണ്ണാടി ഭാഗത്തെ കോളേജിൽ നിന്ന് വിളിക്കുക, ഇവിടെ വലിയ കൊലപാതകം നടക്കാൻ പോവാ സാറെന്ന് പറഞ്ഞു. എന്നിട്ടൊക്കെ താനൊക്കെ നോക്കിക്കോളൂ, എവിടെയാണോ എന്ന് ചോദിച്ചു. ആരെ കൊല്ലുമെന്നാണ് പറയുന്നത്? സാറേ, ആ ജ്വല്ലറിക്കാരൻ്റെ മകൾ ഇവിടെ വന്നു ശരണ്യെ കാണാനെന്ന് പറയുമ്പോഴേക്കും ഇയാളിങ്ങനെ നോക്കും. അവളെ നാട്ടുകാരെല്ലാവരും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ പോവാണെന്ന് പറഞ്ഞു. എടോ, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു പോലീസ്. ആ ബാലേന്ദ്രൻ്റെ മകൾ അവിടെ വന്നെന്നോ? അപ്പോൾ അതേ സാറേ, അപ്പോൾ തലവഴി ഒഴിക്കാൻ മണ്ണെണ്ണ ഒഴിച്ച് ഇവിടെ നിർത്തിയേക്കാണെന്നും ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അയച്ചു തരാമെന്നും പറഞ്ഞു. അങ്ങനെ അയാൾ ഇത് പോലീസുകാരന് അയച്ചും കൊടുക്കാം. ഞാനവിടുന്ന് പേടിച്ച് ഓടിപ്പോകുന്നതാണെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഇയാൾ ഫോണിലുള്ള വിവരങ്ങളെല്ലാം കൊടുത്തു. അപ്പോഴത്തേക്കും പോലീസുകാർ പറന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് അലീനെ ആ ചെറുപ്പക്കാരനും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുക. കുട്ടി വീട്ടിലേക്ക് പോകുന്നില്ലേ? വീട്ടിൽ ചെന്നാൽ എന്നാ പറയും എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യമാണ് ചോദിച്ചത്. അല്ല, ഞാൻ ഇവിടുന്ന് കിട്ടിയതാണെന്ന് പറയുന്നു പറഞ്ഞപ്പോൾ, അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ശരണ്യെ കാണാനാണെന്ന് പറയുമ്പം അതാണ് എൻ്റെ സംശയം. അല്ല മോനെ, ഈ കൊച്ചു ചോറുണ്ണട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വർത്തമാനം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയെ കൊണ്ട് ചോറ് കഴിക്കാൻ നിർബന്ധിക്കുക അവർ. അപ്പം നീ ചോറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കേട്ടോ. എനിക്ക് ഒന്നും വേണ്ട ശരച്ചേട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇവിടെ നിന്ന് നാട്ടുകാരുടെ തല്ലൊക്കെ കൊണ്ടിട്ട് പിന്നെ നിനക്ക് വിശക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പം ഞാൻ കാരണം നിങ്ങൾക്കും കൂടി ബുദ്ധിമുട്ടായല്ലേ എന്ന് അലീന ഇങ്ങനെ ചോദിച്ചു. ഇതൊന്നും വേണ്ടായിരുന്നു, അപ്പോൾ ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി പറയാം എന്നങ്ങനെ ആ ചെറുപ്പക്കാരൻ പറയുന്നു. ഞാനും പറയാറുണ്ട് അങ്ങനെയൊക്കെ, നിർബന്ധിക്കുമ്പോൾ കഴിക്കും. അപ്പോൾ വയറ് നമ്മുടെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഇങ്ങോട്ട് ഇരിക്കുവോ വച്ചേ, കഴിക്കുവോ വച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അലീനയെ കൊണ്ട് കഴിപ്പിക്കുക. ഓട്ടോക്കാരൻ്റെ വീട്ടിൽ ഊണ, സ്വർണ്ണക്കടക്കാരൻ്റെ അത്രയും രുചിയൊന്നും കാണത്തില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. കഴിക്കുക, എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ, കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ അലീനയെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുവാണ്. അപ്പോൾ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ മാത്രം പോരാ കേട്ടോ ഈ ഉത്സാഹം. ഇങ്ങോട്ടേക്കും വല്ലതും കിട്ടിയ അതും കഴിക്കാൻ പഠിക്കണം കേട്ടോ എന്നാ ചേട്ടൻ ഇങ്ങനെ അലീനയോട് പറയുമ്പോഴത്തേക്കും അലീന ഒരൊറ്റ കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിൽ. അലീനയ്ക്കത് സഹിച്ചില്ല കേട്ടോ. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അന്നേരം ഷാജേട്ടാ, ഇതെന്തായി പറയുന്നത്? ഷാജേട്ടനൊന്നും മിണ്ടാതിരുന്നേ, അത് കഴിക്കട്ടേന്നേ, വഴക്ക് പറയാതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഷാജയുടെ പെങ്ങൾ പറയണം. അപ്പോഴത്തേക്കും അലീന കരച്ചിൽ നിർത്തി. എന്നിട്ട് അലീന ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയോ എന്നുള്ളൊരു ഇതിലിരിക്കുക. ഷാജി ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാനൊരു കരിക്കട്ടയാ എന്നിങ്ങനെ അലീന ഇങ്ങനെ പറയാം ആ ചേട്ടനോട്. അപ്പോഴേക്കും അമ്മയൊക്കെ ഇങ്ങനെ അങ്ങനെ വിഷമിച്ച് നോക്കുക. അതിന് പകരം ഞാനിപ്പോൾ ഈ ചോറിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് ഞാൻ കരഞ്ഞു പോയതാണെന്നൊക്കെ ഇങ്ങനെ അലീന ഇങ്ങനെ അവരോട് പറയുന്നു. അന്നേരം എൻ്റെ കുഞ്ഞെ, അതൊക്കെ ഈശ്വരൻ്റെ നിശ്ചയമല്ലേ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ആരുമല്ല, ഷാജി ചോറുണ്ണാൻ വന്നതാ ഉച്ചയ്ക്ക് എന്നൊക്കെ അമ്മ പറയുന്നു. എപ്പോഴും ഹോട്ടലിൽ നിന്ന് ഉണ്ണുന്നവനാ, ഒന്ന് ഓർത്ത് നോക്കിക്കേ നീയാ, അവൻ ഇന്നിങ്ങോട്ട് വരാനുണ്ടായ ഒരു കാരണം. അങ്ങനെ പറയുമ്പോൾ അലീന അങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ച് സ്വയം ആശ്വസിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു.
അന്നേരം ദേ ഇന്നിവിടെ ഇപ്പോൾ അടുത്തൊരു ഓട്ടം കിട്ടിയപ്പോൾ വന്നതാ, എന്നാൽ വീട്ടിൽ കയറി ചോറുണ്ടേച്ച് പോകാമല്ലോ എന്ന് കരുതി അത്രേ ഉള്ളൂ എന്ന് ഷാജിച്ചേട്ടൻ. അല്ലാതെ ഞാൻ വലിയ മഹാകാര്യം ചെയ്തു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ എന്നൊക്കെ ഷാജി പറയുമ്പോൾ മോള് ചോറുണ്ടേ ഉണ്ണ് എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ നിർബന്ധിച്ചിങ്ങനെ അലീനയെ കൊണ്ട് കഴിപ്പിക്കുന്നു. അലീന ചോറ് പതുക്കെ പതുക്കെ വാരി ഉണ്ണുന്നു. അങ്ങനെ അലീന കരഞ്ഞുകൊണ്ട് ആ ചോറ് വാരി ഉണ്ണുമ്പോൾ ദേ അവർ അങ്ങനെ ചെയ്തതിൽ നിനക്കെന്തെങ്കിലും ദേഷ്യമോ പരിഭവമോ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ഷാജി ചോദിക്കുമ്പം അങ്ങനെയൊന്നും എനിക്കില്ല, അവരെന്നെ തെറ്റിദ്ധരിച്ച് ചെയ്തതല്ലേ എന്ന് ചോദിച്ചു. എന്നാലും എന്നെ പോക്കൃത്തരവന്മാർ ചെയ്ത് ഞാൻ ആ ഗോപനും ഓമനക്കൊണ്ടോട് നാളെ വർത്താനം പറഞ്ഞിട്ടാണ് വന്നിരിക്കണതെന്നൊക്കെ ഇങ്ങനെ ഷാജി പറയാം. ഒറ്റണത്തിന് ബോധമില്ലെന്നേ, ബാധ കയറിയ പോലെ നിൽക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാനന്നേരം വന്നില്ലെങ്കിൽ എല്ലാവന്മാരും കയറണ്ടേ ജയിലില് കോലക്കുറ്റത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഷാജി പറയുക കേട്ടോ. ഷോ ഭാഗ്യം കൂടി എൻ്റെ ദൈവമേ, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ അമ്മ ഇരുന്ന നേരത്തേക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. എന്തിനാ ശരണ്യെ കാണാൻ വന്നത്? ആ വീട്ടിലെ പയ്യനെ കേസിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാനാണോ എന്ന് ചോദിക്കുമ്പം അയ്യോ ഒരിക്കലും അല്ല ഷാജിയേട്ടാന്ന് അലീന പറഞ്ഞു. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന് തോന്നിയെന്ന് പറയുമ്പം അപ്പം എന്നാ ഓർത്തോണ്ടാ കൊച്ചും ഒറ്റയ്ക്ക് വന്നേ, ഇവിടെ നാട്ടുകാരെ ശരണ്യെ ഉപദ്രവിച്ചവന്മാരെ കിട്ടി അരച്ച് കലക്കി ജ്യൂസാക്കി കുടിക്കാനുള്ള കലിപ്പിലാണ് നിൽക്കുന്നത്, അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നിന്റെ വരവ്. ആ വീട്ടിലെ പയ്യൻ്റെ പെങ്ങളാണെന്നല്ലേ എല്ലാവരും വിചാരിച്ച, പിന്നെ ജീവനോടെ വച്ചേക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഷാജിച്ചേട്ടാ എന്ന് പറയുമ്പം ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ലെന്നും ആ കരുണാലയത്തിലെ കന്യാസ്ത്രീ സേവനാവാരത്തിൽ ആരെങ്കിലും പഞ്ചായത്ത് മെമ്പറെ ആരെങ്കിലും നിനക്ക് കൂട്ടിക്കൊണ്ട് വന്നുകൂടായിരുന്നു. അപ്പം എനിക്ക് അത്രയും ബുദ്ധി തോന്നിയില്ല, അതാണെന്ന് അലീന അന്നേരം ഷാജിച്ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ പൊട്ടിയാണല്ലേ ചില നേരത്ത് എന്നാ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു. അന്നേരം എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ തലയാട്ടി. ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു ആ വീട്ടിലെ ജോലിക്കാരിയാണെന്ന്. ആ നേരത്തെ വായിക്കാത്ത നാക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പോഴും അലീന എല്ലാവരും കൂടെ പെട്ടെന്ന് എൻ്റെ നേരെ വളഞ്ഞു. ഞാനങ്ങ് പതറിപ്പോയെന്നും അലീന പറയുക. എന്നെ കൊല്ലാൻ പോവുകയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്നും അലീന പറയുവാണ്. ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് നിനക്കെന്നാ കാര്യമെന്ന് ഷാജി ചോദിച്ചു. അന്നേരം അതെനിക്ക് ഒന്നുമില്ലെന്നേ, അതിനെ ആശ്വസിപ്പിക്കണമെന്ന് തോന്നിയെന്ന് പറയുമ്പം സൈക്കോളജിയിലെ ഡോക്ടർ കൗൺസിലിങ്ങിലുള്ളവർ നോക്കിയിട്ടോ അതിനൊരു മാറ്റവും വന്നിട്ടില്ല, കല്ല് പോലെ തന്നെ ഇരിക്കുകയാണ് എന്ന കാര്യം ഷാജിയേട്ടൻ പറഞ്ഞു. ഇനി നീ ചെന്നിട്ട് എന്നാ ചെയ്യാനാണെന്ന് ചോദിക്കുമ്പം എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് അലീന പറയുക. അവളെ ആശ്വസിപ്പിക്കാൻ എനിക്കേ സാധിക്കും, അവൾക്ക് സമാധാനം കൊടുക്കാൻ. അവൾക്ക് കൗൺസിലിങ്ങും സൈക്കോളജിയും ഒന്നും അല്ല എന്ന് അലീന പറയുമ്പം ഇനി അത് നടക്കത്തില്ലല്ലോ, ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇനി അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്നും ഷാജിച്ചേട്ടൻ ചോദിക്കുക അലീനയോട്. അപ്പം അലീന ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോഴേക്കും അലീന അതെ ഞാൻ പോകും ഷാജിച്ചേട്ടാ എന്ന് പറയാം, അവളെ കാണും, സംസാരിക്കും. നിനക്ക് പേടിയൊന്നും ഇല്ലേ കുഞ്ഞെ, ഇനിയും പോകുമെന്നോ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ വന്ന കാര്യം നടക്കണ്ടേന്ന് ചോദിച്ചു അലീന. അവരെ നിന്നെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് അലീന ഇങ്ങനെ പറയാം. ഇങ്ങനെ അലീന ചോറും വാരി കഴിച്ച് അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അലീനയുടെ ഭാഗം കാര്യങ്ങളെല്ലാം കൊടുത്ത് പറഞ്ഞു വിടുവാണ്. അപ്പോൾ ദേ ബിജു എടുത്തുകൊണ്ട് തന്നാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനെടുത്ത് ഇവിടെ ഭദ്രമാക്കി വെച്ചതാന്ന് പറഞ്ഞു. ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോകാൻ ഒന്നുമില്ല, ഒരു ചെറിയ ഫോണും വണ്ടിക്കൂലിക്കുള്ള ചില്ലറയും മാത്രമേ ഉള്ളൂ, അതിവിടെ തന്നെ ഉണ്ട് എന്ന് അലീന പറയാട്ടോ. അങ്ങനെ അത് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ശരണ്യെ ഒന്ന് കണ്ടിട്ട് വരാവേ, അപ്പോൾ സൂക്ഷിക്കണേ മോളെ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അലീന അവിടെ നിന്ന് പോയപ്പോൾ ഇവരിങ്ങനെ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അലീനതേ നമ്മുടെ ശരണ്യയുടെ വീട്ടിലേക്ക് വന്നു. ശരണ്യയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛനും ശരണ്യയുടെ ആങ്ങളമാരൊക്കെ കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അലീനയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം ആങ്ങളക്കൊച്ചിന്. അപ്പോൾ അമ്മ പറഞ്ഞു നീ അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞു. അങ്ങനെ അതിനെ അകത്തേക്ക് പറഞ്ഞിട്ട് നോക്കാം, നിന്നെ അവൾ വല്ലതും പറഞ്ഞെങ്കിലോ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ ഇരിക്കുമ്പോൾ അലീന ഇങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നപ്പോൾ നാട്ടുകാരിൽ ചിലർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇങ്ങനെ നിൽപ്പുണ്ടേ. അന്നേരം അലീന ഇങ്ങനെ അവരുടെ അടുത്തേക്ക് ഭയങ്കര പേടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുക. ഭയങ്കര പേടി അലീനയ്ക്ക്, ഇനി ഇവരെങ്ങനെ പ്രതികരിക്കുന്ന അറിയാത്തത് കൊണ്ട്. അപ്പം ഞാൻ ശരണ്യെ ഒന്ന് കണ്ടോട്ടെ എന്ന് അലീന ചോദിക്കുക കേട്ടോ. അന്നേരം അവരിങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. നാട്ടുകാരെല്ലാം അലീന അന്തം വിട്ടിങ്ങനെ നോക്കാം. എനിക്കൊരു അനുജത്തിയുണ്ട് രേവതിക്കുട്ടി, അവളെപ്പോലെയാ എനിക്കിപ്പോൾ ശരണ്യ എന്ന് അലീന ഇങ്ങനെ പറയുവാണ്. അപ്പം നീ എന്നാത്തിനാ അവളെ കാണുന്നേന്ന് ചോദിച്ചു. അന്നേരം അലീനയ്ക്ക് ഭയങ്കര പേടിയും കരച്ചിലും. ഒന്നും കൊടുക്കാനല്ല ഒന്നും വാങ്ങാനും വേണ്ടിയിട്ടല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് അലീന ഇങ്ങനെ സങ്കടത്തോടെ പറയാം. ഈ ഡ്രസ്സ് പോലും ഷാജി ചേട്ടൻ്റെ സഹോദരി തന്നതാണെന്നൊക്കെ അലീന പറയുമ്പം എന്തിനാ എൻ്റെ മോളെ കാണുന്നതെന്ന് പറയാൻ പറഞ്ഞു ആ അമ്മ. അപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അലീന പറയുവാണ്. അവളെ ധൈര്യപ്പെടുത്താൻ, അവളെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് പറ്റും എന്ന് അലീന ഇങ്ങനെ അച്ഛനോടും അമ്മയോടും പറയുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ അന്നേരം അലീനെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആൾക്കാരെല്ലാം അലീനെ ഇങ്ങനെ നോക്കുന്നേ. ആ സമയത്ത് എന്തിനാ എന്നെ ഇങ്ങനെ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു അലീന. ഞാനൊരു പെണ്ണല്ലേ, എനിക്ക്
എനിക്ക് ബലമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് അലീന ഇങ്ങനെ അവരോട് ചോദിക്കുവാണ്. എന്നിട്ട് നേരെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെന്നു. എല്ലാവരും കൂടി എന്നെ കൊന്നേനെ എന്ന് അലീന ഇങ്ങനെ ആ അച്ഛനോടും അമ്മയോടും പറയുവാണ്. ഒരാളെ എന്തിനാണ് കൊല്ലുന്നത് എന്ന് പോലും അറിയാതെ കൊല്ലാൻ തീരുമാനിച്ചവരാണെന്നും പിന്നെ കൊന്നിട്ട് എങ്ങോട്ട് പോകുമെന്നും അലീന ചോദിക്കുക. അപ്പോഴും ഇവരൊന്നും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ചിങ്ങനെ ഇരിക്കുക അലീനയുടെ മുന്നിൽ. ശരണ്യയുടെ മുറി ഒന്ന് കാട്ടിത്തരുമോ എന്ന് അലീന ഇവരോട് കെഞ്ചി ചോദിക്കുക. അപ്പോഴും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അങ്ങനെ അമ്മ അലീനയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അലീന എന്നിട്ട് പിന്നാലെ കയറി ചെല്ലുന്നു. അച്ഛനും ഒക്കെ എങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് അലീന ആ ശരണ്യയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ ഒരു ഇരുട്ട് മുറി പോലത്തെ ഒരു മുറിയിൽ ഇങ്ങനെ തകർന്നിങ്ങനെ അവിടെ ഇകക്കുന്നു. ശരണ്യയെ കണ്ടപ്പോഴത്തേക്കും അലീനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അലീന ചെന്നിട്ട് ശരണ്യയുടെ അരികിലിരുന്നു. ശരണ്യയുടെ കയ്യിൽ ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ട് മോളെ എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ ശരണ്യ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അലീന ഇങ്ങനെ കരഞ്ഞ് ശരണ്യയുടെ അരികിലിരിക്കുന്നു. അപ്പോൾ ഈ ശരണ്യയുടെ പ്രതികരണമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അമ്മയും അച്ഛനും കൂടെ അരികിലേക്ക് വന്നിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴത്തേക്കും അലീനയെ കണ്ടതും മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഭയങ്കര ഒച്ചത്തിൽ കരയുവാണ്. വേണ്ട വേണ്ട എന്നും പറഞ്ഞു. ആ സമയത്ത് മോളെ എന്നും പറഞ്ഞുകൊണ്ട് അലീന വീണ്ടും ശരണ്യയെ വിളിച്ചു. ശരണ്യ ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും അലീന ശരണ്യയുടെ കയ്യിൽ ഒരു ഉമ്മ കൊടുത്തു. അപ്പോഴത്തേക്കും ശരണ്യയ്ക്ക് ഭയങ്കര ഒരു ഇത്. എന്നിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ തലോടി, ഇങ്ങനെ മുഖത്തൊക്കെ തലോടി ഇങ്ങനെ. അപ്പോൾ എൻ്റെ മോള് കരയരുതെന്നും ഈ മോൾക്കൊപ്പം ഈ ചേച്ചി കൂടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ അലീന പറയുക കേട്ടോ. നീ ഒറ്റയ്ക്കായി പോയി എന്ന് വിചാരിക്കേണ്ട കേട്ടോ എന്നൊക്കെ അലീന ഇങ്ങനെ ശരണ്യയോട് പറയാം. കരയാതെടാ, നീ കരയരുത് കേട്ടോ എന്നൊക്കെ ശരണ്യയോട് അലീന ഇങ്ങനെ പറയുവാണ്. എൻ്റെ മോളിങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അലീന എന്നിട്ട് ശരണ്യയെ പതുക്കെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സങ്കടം, സഹിക്കാൻ പറ്റുന്നില്ല. അവരെന്നിട്ട് പുറത്തേക്ക് പോവുക. ഒരു മിറാക്കിളാണ് ശരണ്യയുടെ കാര്യത്തിൽ അലീന സംഭവിപ്പിച്ചെടുക്കുന്നത്. ആ അമ്മയും അച്ഛനും കൂടെ എന്നിട്ട് പുറത്തു നിന്ന് കാണുക. എന്നിട്ട് ശരണ്യയെ കെട്ടിപ്പിടിച്ച് ഞാനുണ്ട്, എല്ലാ സങ്കടവും എന്നോട് പറഞ്ഞോളാനായിട്ട് അലീന ശരണ്യയോട് പറയുവാണ്. കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും ശരണ്യ അലീനയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു ഭയങ്കര കരച്ചിൽ. താങ്ങാൻ പറ്റാത്ത രീതിയിൽ അലീനയാണെങ്കിൽ അതിനെ ചേർത്ത് പിടിച്ചേക്കാണ്. എന്നിട്ട് അതിൻ്റെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ അനിയത്തിക്കുട്ടി, അതായത് രേവതിക്കുട്ടിയായി തന്നെ കാണുവാണ് അവളെ. എന്നിട്ട് എനിക്കറിയാം എന്നോട് നീ സങ്കടം പറയുവാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരണ്യ ഒരൊറ്റ കരച്ചിലായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. ശരണ്യ പ്രതികരിച്ചു. നീ പറഞ്ഞോളാൻ പറഞ്ഞു, എത്ര വേണമെങ്കിലും പറഞ്ഞു, എല്ലാം നീ എന്നോട് പറയാൻ പറയാം അലീന. അപ്പോൾ എല്ലാം പറയാൻ പറഞ്ഞു അലീന ഇങ്ങനെ പറയുമ്പം അതെല്ലാം കരഞ്ഞു തീർക്കുകയാണ് ശരണ്യ. പരാതികളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് കരഞ്ഞു തീർക്കുക. അപ്പോഴത്തേക്കും അച്ഛനും അമ്മയും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ. അവർ രണ്ടുപേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഇങ്ങനെ ശരണ്യയുടെ സങ്കടവും എല്ലാം ഏറ്റുവാങ്ങി ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം തൻ്റെ കാര്യങ്ങളെല്ലാം അലീന പറയുക. ഞാനൊരു അനാഥയായിരുന്നു, വീട്ടുജോലിക്കാരിയായിട്ട് പാലായിൽ വന്നവളാണെന്നും പേര് അലീനയെന്നാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ്. അങ്ങനെ ശരണ്യ ഇതെല്ലാം കേട്ടിരിക്കും കേട്ടോ. തൻ്റെ ഷോള് കൊണ്ട് ശരണ്യയുടെ കവിളയിൽ വീഴുന്ന കണ്ണുനീരും ഇതെല്ലാം തുടച്ചു കൊടുത്ത് അലീന ഇങ്ങനെ ശരണ്യയെ ചേർത്ത് പിടിക്കുകയാണ്. മൂക്ക് വരെ തുടച്ചൊക്കെ കൊടുത്ത് അലീന ഇങ്ങനെ ശരണ്യയെ ചേർത്ത് പിടിക്കുന്നു. അതിനുശേഷം മോളെ എന്നും പറഞ്ഞ് വിളിച്ച് തൻ്റെ ഇതെല്ലാം പറയുക. തളർന്നു പോയ അവസ്ഥയിൽ നിന്ന് ഞാൻ കുറേ അനിയത്തിമാരെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട് എന്ന് അലീന പറയുവാണ്. ഒന്നും പേടിക്കണ്ട കേട്ടോ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് പോയേ പറ്റുമെന്നൊക്കെ അലീന ശരണ്യയോട് പറയുന്നു. അപ്പോൾ ഞാൻ എന്തിനാ ഇനി എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുക ശരണ്യ. അപ്പോൾ കഴിഞ്ഞില്ലേ എല്ലാം ചോദിക്കുമ്പം ഒന്നുമില്ലടാ, ഒന്നും കഴിഞ്ഞിട്ടില്ല, നിന്നെ ദ്രോഹിച്ചവർ തീർന്നു എന്ന കാര്യം പറയുവാണ് അലീന. നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല മോളെ, നല്ലപോലെ സോപ്പിട്ട് കുളിച്ച് നല്ല വൃത്തിയുള്ളൊരു ഡ്രസ്സിട്ടാ നമ്മളായി എന്ന് അലീന ശരണ്യയോട് പറയുക. അപ്പോൾ ശരണ്യ എല്ലാം കിട്ട് തലയാട്ടുന്നു. അവർ ഈ ജന്മത്ത് നല്ലവരാകുമെന്ന് ചോദിച്ചു അലീന. എത്ര കുളിച്ചാലും എത്ര കരഞ്ഞാലും ഏത് ഡ്രസ്സിട്ടാലും അവരുടെ പാപം അത് മാഞ്ഞു പോകുമോ എന്ന് അലീന ശരണ്യയോട് ചോദിക്കുവാണ്. അങ്ങനെ എല്ലാം പറഞ്ഞാൽ കൊച്ചിനെ മാനസികമായി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അലീന. അതിനെ എന്താ പറയുന്നത്, പുതിയൊരു ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റുക. അങ്ങനെ വീണ്ടും തോളിലേക്ക് ചായച്ച് കിടത്തി കുറേ ഉമ്മയൊക്കെ കൊടുത്ത് അതിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും ആ അമ്മ ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വന്നു. ആ ചായ എന്നിട്ട് അലീന ശരണ്യയ്ക്ക് കൊടുക്കുവാണ്. അങ്ങനെ ചായയും അതുപോലെ ബിസ്ക്കറ്റോ മറ്റെന്തോ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സാധനം കഴിക്കാനായിട്ട് ശരണ്യയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ കഴിക്കുകയല്ല എന്ന് പറഞ്ഞു ആ അമ്മ. ഇച്ചിരി കഞ്ഞിവെള്ളം മാത്രം കുടിക്കുമെന്ന കാര്യം ആ അമ്മ പറയുവാണ്ട്.
അപ്പോൾ അലീന ഇങ്ങനെ ശരണ്യെ നോക്കുക കേട്ടോ. അങ്ങനെ അതേ കഴിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അലീന ശരണ്യക്ക് കൊടുക്കുന്നു. ശരണ്യ അത് കഴിക്കുന്നു. അങ്ങനെ ചായയും കുടിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ആ അമ്മയ്ക്കും ആ അച്ഛനും ഒരുപാട് സന്തോഷമായിട്ടോ. മകൾക്ക് ഇത്ര ഒരു മാറ്റം വന്ന് അവർ ഇപ്പോഴാണല്ലോ കാണുന്നത്. അപ്പോൾ അലീന താങ്ങും തണലുമായി വന്ന് ആ ഒരു സന്തോഷത്തിൽ അച്ഛനും അമ്മയും അങ്ങനെ നിൽക്കുന്നു. ഒരു മിറാക്കിൾ തന്നെ ശരണയുടെ കാര്യത്തിൽ നമ്മുടെ അലീന സംഭവിപ്പിച്ചെടുക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.